നിങ്ങളുടെ ബെസ്റ്റി നിങ്ങളെ വിട്ടു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ അത് ആരോടും ചോദിക്കേണ്ടതില്ല, നിങ്ങളുടെ മനസ്സിനോട് മാത്രം ചോദിക്കുക. കാരണം മനസ്സത് പറയും. മനസ്സ് പറയാൻ അതിന് ചില കാരണങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് കാണുന്നുണ്ടാവില്ല, അവർ ഓൺലൈനായിട്ട് നിങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഇവിടെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നേരിട്ട് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനിക്കാം. അതല്ല, അത് നിന്റെ തോന്നലാണ്, അതിന് മറ്റു പല കാരണങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും മൂന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അവരെ അങ്ങനെ പോകാൻ അനുവദിക്കുക. കാരണം പിടിച്ചു നിർത്തി സ്വന്തമാക്കുന്ന സൗഹൃദങ്ങളൊന്നും തന്നെ യഥാർത്ഥ സൗഹൃദങ്ങളല്ല. പിന്നെ നിങ്ങൾക്കുണ്ടാവുന്നത് ഒരു അറ്റാച്ച്മെന്റ് വൂണ്ടാണ്. ഇതുണ്ടാവാൻ സമ്മതിക്കരുത്. അവിടെ നിങ്ങൾ ഒരാളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളല്ലാതായി തീരുകയല്ലേ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ വർദ്ധിപ്പിക്കുക. ഒരുപാട് സൗഹൃദങ്ങൾ നിങ്ങളിലേക്ക് വരട്ടെ. പക്ഷെ അവസാനം ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അവരങ്ങനെ അകന്നു പോകുന്നുവെങ്കിൽ ഒരിക്കലും കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തരുത്. അതിന് എന്തോ ഒരു കാരണമുണ്ട്. നിങ്ങളല്ലെങ്കിൽ അത് അവരുടെ പേഴ്സണൽ മാറ്റർ ആയിരിക്കും. അത് നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് എല്ലാ സൗഹൃദങ്ങളും എല്ലാ കാലത്തും കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ വാശി പിടിക്കണോ? ഒരു സൗഹൃദവും ലൈഫ് ടൈം അല്ല എന്നുള്ള കാര്യം മറക്കരുത്. ജീവിതമാണ്. നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുക?